PhD എടുത്തത് ഏത് വിഷയത്തിലാണ്? ഞാൻ നോവലിലെ ഇപ്പോൾ മലയാള നോവലുകളിലെ നായക സങ്കല്പം എന്നായിരുന്നു എൻ്റെ വിഷയം. ദ കോൺസെപ്റ്റ് ഓഫ് ഹീറോ ഇൻ മലയാളം നോവൽ ഇംഗ്ലീഷിലൂടെ എഴുതി കൊടുക്കണം അന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഈ സാഹിത്യത്തിൽ ആദ്യത്തെ ക്യാരക്ടർ സ്റ്റഡി നടത്തിക്കൊണ്ടുള്ള പ്രബന്ധം എൻ്റെതായിരുന്നു. പിന്നീട് PhD സാറ് PhD പിന്നെ ഞാൻ ഗൈഡായിട്ട് ഇപ്പോൾ ഞാൻ 12ഓളം കുട്ടികൾക്ക് പിന്നെ PhD എടുപ്പിക്കാൻ ഒരു മാർഗദർശിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം PhD എടുത്തത് ഡോക്ടർ ജോളി സക്കറിയ എന്ന് പറയുന്ന കുട്ടിയാണ്. പിന്നെ മാറി വാനീസ് കോളേജിൽ എൻ്റെ സഹപ്രവർത്തകയായിട്ട് വരികയും ചെയ്തു. ആ കുട്ടിയാണ് ആദ്യമായിട്ട് എൻ്റെ കൂടെ PhD എടുത്തത്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ട്, സമാഗമത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് അവരിങ്ങോട്ട് ക്ഷണിക്കാം. തീർച്ചയായിട്ടും. അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ജോളി സക്കറിയ. സാറ് മേഡത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറാണ് അല്ലേ കേരള യൂണിവേഴ്സിറ്റിയുടെ. എൻ്റെ കൂടെ ആദ്യമായിട്ട് PhD ചെയ്തത് ജോളിയാണ്. ജോളി എന്ത് വിഷയത്തെക്കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത് കേട്ടാലിപ്പം ശ്രീ കമലിന് പോലും അത്ഭുതം തോന്നും. പലരും ചോദിച്ചാൽ എന്നോട് ഇത് എന്താ ഫിസിക്സ് ആണോ ഈ കുട്ടി റിസർച്ച് ചെയ്തത്? കളർ കോൺഷ്യസ്നെസ് ഇൻ മലയാളം റൊമാൻറ്റിക് പോയട്രി എന്നായിരുന്നു. മലയാള കാൽപ്പനിക കവിതകളിലെ വർണ്ണബോധം. അപ്പോൾ ചില ചോദിക്കുക എന്താ ഫിസിക്സ് ആണോ? കാരണം കളർ ഇട്ടാണ്. അപ്പോൾ നമ്മുടെ ഓരോ കവിയും ഓരോ കാലത്തും എഴുതുന്ന കവിതകളിൽ പ്രകടമാകുന്ന ആവിഷ്കരിക്കപ്പെടുന്ന നിറഭേദങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പഠനമാണ്. നിറം എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട നിറങ്ങളാണോ? അല്ല, നമുക്ക് അതാദ്യം തുടങ്ങുന്നത് തന്നെ ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA കഴിഞ്ഞിട്ട് എനിക്ക് സാഹിത്യത്തിൽ റിസർച്ച് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. സാറ് ഒന്ന് ഉൾക്കടലൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നല്ല അത് സിനിമയൊക്കെ കണ്ട് നോവലൊക്കെ വായിച്ച് ഞങ്ങൾ ഇങ്ങനെ ആരാധകരായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് സാറിൻ്റെ കൂടെ PhD എടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് സാറ് സമ്മതിച്ചു. അങ്ങനെ വന്ന് കവിതയിൽ റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സബ്ജക്ട്സൊക്കെ ഡിസ്കസ് ചെയ്തു. അവസാനം ഒരിക്കൽ ദിവസം ഇത് തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ കവിതയിലെ കറുപ്പ് നിറത്തെക്കുറിച്ചൊരു ലേഖനം എഴുതി സാറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ സാറേ ഇങ്ങനെ ഈ ലേഖനം പ്രസിദ്ധീകരിക്കാൻ കൊള്ളുമോ? കറുപ്പ് വല്ലാതെ ഈ കവിതകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സാറിതെല്ലാം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ നമുക്കിത് തീസിസിൻ്റെ സബ്ജക്റ്റ് ആക്കിയാലോ എന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇത് തൽക്കാലം ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇതങ്ങ് മടക്കി തന്നിട്ട് പറഞ്ഞു മൊത്തം കവികളെ എടുത്ത് കാൽപ്പനിക കവികളെയും വായിച്ചു നോക്കുക, എന്നിട്ട് അതിൽ കളറിൻ്റെ എന്തെങ്കിലും നിറത്തിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എഴുതിക്കൊണ്ട് വരിക, പ്രസിദ്ധീകരണം നമുക്ക് പിന്നെ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തന്ന ആ ഒരു ഇൻസ്പിറേഷനുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കുമാരനാശാൻ മുതലിങ്ങ് വായിച്ചു. അപ്പോൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എനിക്ക് കുറച്ചൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ കുറച്ച് ബുക്സൊക്കെ കിട്ടി, കളറും ഹ്യൂമൻ റെസ്പോൺസും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ബുക്കുകളൊക്കെ സാറിനെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് സാറ് പറയുന്നത് നമുക്കിത് തന്നെ ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്തു. അന്ന് ഗുപ്തനായർ സാറ് ഡോക്ടറൽ കമ്മിറ്റിക്ക് വരുമ്പം സാറിനോട് സംശയം ചോദിച്ചു. ഞാനന്ന് MA കഴിഞ്ഞ ഒരു 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സാറിനോട് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ബുക്സ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ സാറാണ് അതിൻ്റെ ഒരു ഉറപ്പ് തന്നത്. ഞാൻ ചെയ്യും എന്നുള്ളത്. പക്ഷെ വളരെ വേറെ റെഫറൻസ് ഇല്ല, പ്രീവിയസ് റിസർച്ച് ഒന്നും ഇല്ല നമുക്ക്. പക്ഷേ ഷീ ഡിഡ് വെരി വെൽ. എനിക്ക് ജോളിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമുണ്ട്. എനിക്ക് ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ട് എനിക്കുണ്ട്. കാരണം ഇപ്പോൾ ONVയുടെ ഒരു കവിതയെക്കുറിച്ചിട്ടൊരു ലേഖനം എഴുതിയിട്ടാണല്ലോ കുട്ടി ആദ്യം എൻ്റെ അടുക്ക് വരിക. പിന്നീട് ജോളി ചെയ്തൊരു കാര്യം, ശ്രീ കമലിനോട് ഒരു താല്പര്യമുള്ളൊരു കാര്യം ഞാൻ പറയാം. അത് ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കാവ്യം എടുത്തിട്ട് ഈ കുട്ടി അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് കാവ്യ മാധവനാണ്. അതെ. അപ്പോൾ അത്രയൊരു ഡെഡിക്കേഷനാണ്. അതെങ്ങനെയാണോ പറഞ്ഞോട്ടോ, ഒരു സാധാരണ വരുമാനമുള്ള ഒരു കോളേജ് അധ്യാപിക ലോൺ എടുത്തിട്ട് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ട് ഈ പരിസ്ഥിതിവാദത്തോടുള്ള പ്രതിബദ്ധത വെച്ചുകൊണ്ട് ഈ പടം എടുക്കുകയാണ് ഷോർട്ട് ഫിലിം. എന്തിനാണ്? അത് പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കണം, പ്രകൃതിയെ നമ്മളെങ്ങനെ സംരക്ഷിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കോളേജ് അധ്യാപകയെ ചെയ്ത ഏറ്റവും വലിയ സാഹസികമായ സംരംഭമായിരുന്നു ഈ ചിത്ര നിർമ്മാണം എന്ന് പറയുന്നത്. അവിടെ നിന്ന് വളർന്നിട്ടാണ് ഇപ്പോൾ
ഈ യൂണിവേഴ്സിറ്റിയുടെ എന്താ സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള അത് ഞാൻ പറയും ജോളിയുടെ യാത്രയിലെ ഒരു ഘട്ടം, പ്രാഥമികമായ ഒരു ഘട്ടം. ആ മേഖലയിലൊക്കെ കാരണം ഒരു 85-ലാണ് ഞാൻ സാറിൻ്റെ കൂടെ റിസർച്ച് ചെയ്യാനായിട്ട് വരുന്നത്. അന്ന് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ദീപസ്തംഭമായിട്ട് നിൽക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ. അത് തലമുറകളിലേക്ക് കൈമാറി കൊടുക്കണം. എൻ്റെ അധ്യാപകൻ എന്നോട് ഇതാണ് ചെയ്തതെങ്കിൽ ഞാനിത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ശിഷ്യഗണത്തെ ഉണ്ടാക്കി വിടുക എന്നുള്ളതാണല്ലോ ഒരു അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട കടമ. സാറത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ അത് അതുപോലെ ചെയ്യാൻ നമുക്ക് പറ്റിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് സന്തോഷം.